ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു പാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം നല്ല രീതിക്ക് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പാൽ വെച്ചിട്ട് ഒരു ക്ലെൻസിങ് കൊടുക്കണം. നമ്മൾ എത്ര വാഷ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ മുഖത്ത് നല്ല രീതിക്ക് തന്നെ അഴുക്കുണ്ടാവും കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഒരു ടീസ്പൂൺ പാലെടുത്തിട്ട് നമ്മളൊന്ന് ക്ലെൻസിങ് ചെയ്യണം കേട്ടോ മുഖം. അപ്പോൾ ഒന്നും കൂടി നല്ലൊരു തിളക്കമൊക്കെ കിട്ടും. എപ്പോഴും നമ്മൾ പച്ചപ്പാലാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലേക്കൊക്കെ എടുക്കേണ്ടത് കേട്ടോ. എപ്പോഴും നമ്മൾ പാക്കഡ് ആയാലും പച്ചപ്പാലിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നല്ല രീതിക്കൊന്ന് തുടച്ചെടുത്താൽ മതി. പാൽ വെച്ച് തുടയ്ക്കുമ്പം പാല് നല്ലൊരു ക്ലെൻസറാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഉള്ള അഴുക്കുകൾ, നമ്മൾ കാണാത്ത രീതിയിലുള്ള അഴുക്കുകളൊക്കെ നമുക്ക് ഈ പാലിലൂടെ തന്നെ നമുക്ക് ഇങ്ങോട്ട് മുഖത്തുനിന്ന് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് നമ്മളൊരു പാക്ക് ഇടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഇത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ്. നമ്മുടെ അടുക്കളയിലുള്ള ഒരു സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇത് അത്ര വലിയ ദോഷം ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. മുഖമൊക്കെ നല്ല രീതിയിലേക്ക് തുടച്ചതിന് ശേഷം മതി നമ്മൾ കഴുത്തൊക്കെ തുടയ്ക്കേണ്ടത് കേട്ടോ. കണ്ടോ, ഇത് കാണാം നമ്മുടെ കളറ്. മുഖമൊക്കെ നല്ല രീതിക്ക് കഴുകി വന്നിട്ട് നമ്മൾ ഇങ്ങനെ പഞ്ഞി കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പാലിൽ മുക്കിയിട്ട് തുടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ അഴുക്കിൻ്റെ ഇത് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമുക്ക് സിമ്പിളായിട്ടുള്ള പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ അരിപ്പൊടി എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അരിപ്പൊടി നമ്മളൊരു ടീസ്പൂൺ എടുക്കുക. ഒരു വലിയ ടീസ്പൂണിൻ്റെ അളവിൽ തന്നെ, അതിൽ തന്നെയാണ് നമ്മൾ അളവുകൾ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ടീസ്പൂണിൻ്റെ അളവിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ടീസ്പൂണിൻ്റെ അളവിൽ തന്നെ നമ്മൾ പച്ചപ്പാൽ തന്നെയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മളിതൊക്കെ ഒന്ന് മിക്സായി വരുമ്പോഴേക്കും നമുക്ക് മുഖത്തത്തെ ആ പാലിൻ്റെ ഇതുണ്ടല്ലോ, അത് നല്ല രീതിക്ക് അങ്ങോട്ട് അബ്സോർവ് ആയിട്ട് പൊക്കോളൂ കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ നല്ല തേൻ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ഐറ്റംസ് മാത്രം മതി നമ്മുടെ മുഖത്ത് നല്ലൊരു തിളക്കം കൊണ്ടുവരാനും നമ്മുടെ പോയ നിറങ്ങളൊക്കെ മാറ്റിയെടുത്ത് കൊണ്ടുവരാനും. നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റാണ് അരിപ്പൊടി. നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റാണ്. പാല് നല്ലൊരു മോയ്സ്ചറൈസാണ്. തേനും നല്ലൊരു മോയ്സ്ചറൈസാണ്. അപ്പോൾ ഇതൊരു 3 ഗുണങ്ങൾ നമുക്ക് ഒരേ രീതിക്ക് കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. ഒരു ദോഷം ചെയ്യാത്ത ഒരു പാക്ക് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ഇത്തിരി കൂടി പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി അരിപ്പൊടി ഇട്ടാൽ മതി. അരിപ്പൊടി ഇപ്പോൾ കൂടുതലായതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പലർക്കും ഞങ്ങൾ മുഖം കഴുകി വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ മുഖത്ത് അഴുക്കുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മുടെ ഫേസ് വാഷ് ഇട്ടിട്ടും മുഖം കഴുകി വന്നിട്ടാണ് ഇപ്പോൾ ആ പഞ്ഞിയിൽ തുടച്ചിട്ട് നമ്മൾ കാണിച്ചു തന്നത്. നല്ല രീതിക്കൊന്ന് 2 മിനിറ്റ് നേരം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ക്രീം പരുവത്തിലേക്ക് അങ്ങോട്ട് കിട്ടും. അതാണ് നമ്മുടെ മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒഴിക്കുമ്പോൾ നോക്കിയിട്ട് ഒഴിക്കുക. പാല് അധികം കുറേ ഒഴിക്കാൻ നിൽക്കാണ്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ തേനും നമ്മളിതിൽ മിക്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വല്ലാതെ ലൂസ് ഇതിൽ പോകാൻ പാടില്ല. നല്ലൊരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് കിട്ടണം കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയല്ലേ, സിമ്പിളായിട്ടുള്ളൊരു കാര്യം. നമ്മൾ കൂടുതൽ സിമ്പിൾ നേച്ചുറൽ പാക്കുകളൊക്കെയാണ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നല്ലൊരു ക്രീം പരുവത്തിൽ കിട്ടി. ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ പഞ്ഞി ഒന്നും കൂടി ഇതായി ഇപ്പോൾ കണ്ട എടുക്കണ്ട. ഇതാണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് നല്ല കട്ടിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് മുഖത്ത് അരിപ്പൊടി ആയതുകൊണ്ട് വലിയണേൻ്റെ ആ ഫീലിംഗ് അറിയും. അപ്പോൾ തിരിച്ച് വെള്ളം നനച്ചിട്ട് ഒന്ന് കഴുകി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സ്ക്രബിങ്ങിൻ്റെ പോലെ ഇതൊക്കെ നമുക്ക് ആ ഒരു ഗുണം കൂടി കിട്ടും. എന്ന് വെച്ചാൽ അരിപ്പൊടി ഒരു തരി പോലെയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ടും കൂടി കിട്ടും. ഇപ്പോൾ നമുക്കിപ്പോൾ തേക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, മുഖത്ത് നമ്മൾ അരിപ്പൊടിയുടെ ഇടുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിക്ക് ഒരു മസാജൊക്കെ വട്ടനെ കേട്ടോ റൗണ്ട് സർക്കിളിൽ കൊടുക്കുക. മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ കഴുത്തിൽ കൂടി ചെയ്യാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ തേക്കുമ്പോൾ ഈ കറുപ്പ് കളറൊക്കെ പോകാനൊക്കെ ആയിട്ടൊന്ന് പതുക്കെ ഒന്ന് സ്ക്രബിങ് കൊടുക്കുക കേട്ടോ. അടുത്തൊരു സിമ്പിൾ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.